മാരേജ് കൗൺസിലിങ്ങിനിടയിൽ ഞാൻ പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു പരാതിയാണ്, ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും അവൾ അത് അപ്പോൾ വിളിച്ച് അവളുടെ വീട്ടിൽ അറിയിക്കും. അതുപോലെ ഭാര്യമാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ എന്തൊരു സീക്രട്ട് അദ്ദേഹത്തോട് പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാലും 2 ദിവസത്തിനകം ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ കേൾക്കാൻ ഇടയാവുമെന്ന്. ഇവിടെയെല്ലാം നിങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നതിൻ്റെ പ്രധാന റീസൺ ഒരു പ്രോപ്പർ ബൗണ്ടറി നിങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. സോ ദാമ്പത്യ ജീവിതത്തെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 4 ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണൽ ബൗണ്ടറി. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളെ മാത്രം ബാധിക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്കുള്ളിൽ മാത്രം ഒതുക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ നിങ്ങളുടെ മാത്രം സ്പേസിൽ അത് ഒതുക്കി വെക്കുക. രണ്ടാമതായിട്ട്, പാർട്ട്നേഴ്സ് നിങ്ങൾ 2 പേരും ഉൾക്കൊള്ളുന്ന നിങ്ങളുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി. അവിടെ നിങ്ങൾ 2 പേരും അറിഞ്ഞിരിക്കേണ്ട ഡിസ്കഷൻസ് വരും, സജഷൻസ് വരും, ഒപ്പീനിയൻസ് വരും. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള സില്ലി കോൺവെർസേഷൻസ് പോലും നിങ്ങളുടെ പ്രൈവസിയിൽ വരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേതായിട്ട്, ഹസ്ബൻഡും വൈഫും വൈഫിൻ്റെ ഫാമിലിയും ഉൾക്കൊള്ളുന്ന ഒരു ബൗണ്ടറി. അവിടെ നിങ്ങൾ ഒരു കുടുംബം എന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ചർച്ചകൾ അതെല്ലാം അതിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുക. നാലാമത്തേത്, ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഉൾക്കൊള്ളുന്ന ഒരു ബൗണ്ടറി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടേതായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അവിടെ ഒതുക്കി നിർത്തുക. ഇവിടെയെല്ലാം പാർട്ട്നേഴ്സ് 2 പേരുടെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ വളരെ അത്യാവശ്യമാണ്. സോ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ 4 ബൗണ്ടറീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.